ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇന്ന് വന്നിരിക്കുന്നത് ബാംഗ്ലൂരുള്ള ലുലു മോൾ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന എല്ലാവരും ക്രിസ്മസ് വെക്കേഷനൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നൊരു സാറ്റർഡേ ആണ് ഇവിടെ വന്നത് കേട്ടോ. കുറേ കാലമായി ഇവിടെ വരണമെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നാണ് നമുക്ക് എല്ലാത്തിനും ഒത്തു കിട്ടിയത്. അപ്പോൾ വീഡിയോയുടെ എൻഡിൽ നമുക്ക് ഇവിടോട്ട് വരാനുള്ള ബെസ്റ്റ് വേസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഭയങ്കര ട്രാഫിക്കാണ്, മുമ്പിലൊന്നും വണ്ടി പോലും എന്താ പറയുക, ഓട്ടോയ്ക്കൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ കാശ് അല്ലെങ്കിൽ ഒക്കെ മുമ്പേ കൈ പിടിക്കുക. നമ്മൾ പാർക്കിംഗ് ഒട്ടും അവർ സമയം വരുന്നില്ല കേട്ടോ. നമ്മൾ ഇവിടെ എൻട്രൻസിൽ കയറി വരുമ്പോൾ തന്നെ ഒരുപാട് ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ ഈ ക്രിസ്മസ് ട്രീ എനിക്ക് വല്ലാത്ത അട്രാക്ഷൻ ഒന്നും തോന്നിയില്ല. പിന്നെ അവിടെ ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ പറയാനുള്ളത്, അവിടുത്തെ സ്റ്റാഫ് വളരെ പൊളൈറ്റായിട്ടുള്ള വെൽക്കമിങ് ആയിട്ടുള്ള സ്റ്റാഫിനെയാണ് ഞാൻ എല്ലായിടത്തും കണ്ടത്. പിന്നെ വേറൊരു സന്തോഷം എന്ന് പറഞ്ഞത്, ഇതിനകത്ത് കയറിയപ്പോൾ ഒരു എന്താ പറയുക, ഒരു 50% പേരും മലയാളികളാണെന്ന് എനിക്ക് തോന്നിപ്പോയി. നമ്മുടെ നാട്ടിലാണോ എന്ന് എനിക്ക് ഡൗട്ട് തോന്നിയത് കേട്ടോ. അപ്പോൾ അതും ഒരു സന്തോഷം. നമുക്ക് ഇവിടെയൊക്കെ വരുമ്പോൾ മലയാളീസിനൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ നമ്മളിവിടെ സാധാരണ കാണുന്ന പോലെ അവിടെ ഒരു ബാഗ് സ്കാൻ ചെയ്തിട്ട് വരുന്ന സമയത്ത് ഇവിടെ ഉഗാവു എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയുക, ഒരു ചെടികളിലൊക്കെ ഒരു ചെറിയ കട കണ്ടു കേട്ടോ. കട കാണാൻ നല്ല രസമായിരുന്നു. കുറേ ബോൺസായി ട്രീസൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിവിടെ ഒന്നും വാങ്ങിക്കാനുള്ള പ്ലാൻ ഇല്ല, കാരണം എനിക്ക് ആഗ്രഹമുണ്ട് എന്തെങ്കിലും പ്ലാൻസ് വാങ്ങണമെന്ന്. പക്ഷേ എൻ്റെ മകളതൊക്കെ പിടിച്ച് കളിച്ച് നശിപ്പിക്കും. ഇപ്പം തൽക്കാലത്തേക്ക് നമ്മൾ എന്തെങ്കിലും ഡെക്കറേഷൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ തന്നെ അത് ആർട്ടിഫിഷ്യലാണ് ഞാൻ ചൂസ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ തൽക്കാലം നമ്മൾ ഒന്നും വാങ്ങിക്കുന്നില്ല, എന്നാലും ജസ്റ്റ് അവിടെ കുറച്ചൊന്നും നോക്കി. എനിക്ക് ചെടികൾ ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ആദ്യം ബാംഗ്ലൂർ താമസിച്ചപ്പോൾ ചെടി വാങ്ങിച്ച് എനിക്ക് തീരെ എന്താ പറയുക, ഇത് നനയ്ക്കാനൊന്നും സമയം കിട്ടില്ലായിരുന്നു കേട്ടോ ഓഫീസ് ടൈം കാരണം. ഇവിടെ കണ്ടോ, ഇവിടെ മൊബൈൽസ് ചാർജ് ചെയ്യാൻ ഒരു സ്ഥലമുണ്ട്. അവിടെ മേ ബി കുറച്ച് കാശ് നമ്മൾ അടയ്ക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ മൊബൈൽ ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ അതൊരു നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് എൻട്രൻസിൻ്റെ അവിടെ തന്നെ നിൽക്കുമ്പോൾ നമുക്ക് തിരിച്ചു പോകുന്ന സമയത്തൊക്കെ മൊബൈൽ വണ്ടി ബുക്ക് ചെയ്യാനൊന്നും ചാർജ് ഇല്ലെങ്കിൽ അത് വളരെ ഹെൽപ്ഫുൾ അല്ലേ. ഇത് കമ്പാരിറ്റീവ്ലി വളരെ ചെറിയ ഒരു മാളാണ്, പക്ഷെ ഒരുപാട് ഷോപ്പുകളും ഒരുപാട് ആക്ടിവിറ്റീസും ഒരുപാട് ആളുകളും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ശ്രദ്ധിച്ചത് ഇതിൻ്റെ ഹൈറ്റ്, ഓരോ ഫ്ലോറിനും ഒരുപാട് ഹൈറ്റ് ഒന്നും ഞാൻ കണ്ടില്ല. ടോട്ടലി നമുക്ക് 3 ഫ്ലോർസാണ് ഉണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ വന്നപ്പോൾ തന്നെ നമ്മുടെ എൻട്രൻസിന് അവിടെ തന്നെ ഒരു പുതിയ ബൈക്കിൻ്റെ എന്താ പറയുക, പരസ്യം പോലെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, ഷോക്കേസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പേഴ്സണലി എനിക്ക് ബൈക്കുകളെ കുറിച്ചിട്ടൊന്നും അറിയാത്തതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് കറക്റ്റ് പറയാനൊന്നും അറിയില്ല കേട്ടോ. പക്ഷെ എനിക്ക് ബൈക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അങ്ങനെ നമ്മളിപ്പോൾ ആദ്യം തന്നെ എന്താ പറയുക, നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സ്നാക്കൊക്കെ ഗ്രാബ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് ഫുഡ് കോർട്ടിൽ പോയിട്ട് ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഫുഡ് കോർട്ടിൽ മേ ബി നമുക്കറിയത്തില്ല, എൻ്റെ മകൾക്ക് കഴിക്കാൻ അവൾക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ കിട്ടുമെന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സ്നാക്ക് വാങ്ങിച്ചിട്ട് പോകാൻ കരുതി. പോകുന്ന വഴിയിൽ ഇവിടെ ഒരുപാട് എന്താ പറയുക, ബേക്കറി ചെറിയ ഷോപ്സ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിനടുത്തും ഓപ്പോസിറ്റൊക്കെ കുറേ ഷോപ്സ് കണ്ടു. അവിടേക്ക് ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള കേക്കും ഒരുപാട് സ്വീറ്റ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. രണ്ട് 3 ദിവസമായിട്ട് ഉറക്കമില്ലാത്ത ജോലികളായിരുന്നു എനിക്ക്. ലാസ്റ്റ് വീക്ക് അതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ കണ്ണ് ചുറ്റും ഡാർക്ക് സർക്കിളായിട്ടിരിക്കുകയാണ്. അങ്ങനെ പൊതുവെ അവളിവിടെ ഇരിക്കാറില്ല. ഞങ്ങളൊരു കാർട്ട് എടുത്തു. നമുക്ക് ഇപ്പോൾ അധികം സാധനമൊന്നും ആക്ച്വലി വാങ്ങിക്കേണ്ട, നമുക്ക് കുറച്ച് സ്നാക്ക് ഗ്രാബ് ചെയ്താൽ മതി. പക്ഷേ എൻ്റെ മകളെ ഇരിക്കാൻ, അവളെ എടുത്തടക്കുന്നതിനേക്കാളും സുഖം ഇതിനകത്ത് ഇരുത്തി കൊണ്ടുപോകുന്നതുകൊണ്ട് മാത്രം നമ്മൾ ആ ട്രോൾ എടുക്കുന്ന കേട്ടോ. ഇവിടെ എൻട്രൻസിൽ തന്നെ ഒരു ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ വെച്ചൊരു ക്രിസ്മസ് പപ്പ നിൽപ്പുണ്ട്. ഞങ്ങൾ അവിടെ വരുന്നതിന് തൊട്ട് മുമ്പ് പപ്പ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അത് ഡാൻസ് കളിക്കുന്നില്ല.
നമ്മളുടെ ക്രിസ്മസിന് സ്പെഷ്യലായിട്ടുള്ള അതിന് തൊട്ടടുത്ത് തന്നെ ഡെക്കറേഷൻസും ട്രീസൊക്കെ വെക്കുന്നത് കണ്ടു. അപ്പോൾ നമ്മൾക്ക് കുറച്ച് ഡെക്കറേഷൻസ് ആക്ച്വലി വാങ്ങിക്കണമായിരുന്നു കേട്ടോ ട്രീയിൽ വയ്ക്കാൻ. ഞാൻ ആക്ച്വലി ഒരു മാസം മുമ്പ് വാങ്ങിച്ചാണ്. അതൊക്കെ എൻ്റെ മകൾ കളിച്ച് പരിപ്പാക്കി. അതുകൊണ്ട് നമുക്കൊന്ന് വേറെ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ കയ്യിലുള്ളത് കൊച്ചു ട്രീ ആണ്, 4 അടിയുടെ ട്രീ ആണുള്ളത്. അപ്പോൾ അതിന് പറ്റിയ ചെറിയ ഐറ്റംസൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടത് വലിയ വലിയ ബോൾസൊക്കെയാണ് ഞാൻ കണ്ടത്. എനിക്ക് ചെറിയ ബോൾസൊക്കെ ആയിരുന്നു വേണ്ടത്. എങ്കിലും ഞാൻ അവിടെ ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്തു. ഒരുപാട് വെറൈറ്റി ഡെക്കറേഷൻസ് ഞാൻ അവിടെ കണ്ടു. പക്ഷെ അത്രയൊന്നും നമുക്ക് ആവശ്യം, നമുക്ക് ചെറിയ ഡെക്കറേഷനായിരുന്നു വേണ്ടത്. പിന്നെ ഇതൊക്കെ കാണുന്നതെന്ന് പറയുന്നതിന് ഒരു സന്തോഷം. ഇവിടെ കണ്ടോ കുട്ടികൾക്കുള്ള ക്യൂട്ടായിട്ടുള്ള ഹെയർ ബാൻഡൊക്കെ കണ്ടു കേട്ടോ, ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ട്. ഒരു 150 അറൗണ്ട് ആണ് കേട്ടോ ഇതിനൊക്കെ കോസ്റ്റ് വരുന്നത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് അവിടുത്തെ സെക്യൂരിറ്റി കൊണ്ട് പറഞ്ഞു, ഇതിനകത്ത് മാർക്കറ്റിനകത്ത് വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ അധികം വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ അവിടെ നിന്ന് ബേബിക്കൊരു മഫിൻ വാങ്ങിച്ചു. അത് നല്ല ടേസ്റ്റി ആയിരിക്കും എന്ന് വിചാരിച്ച് വാങ്ങിച്ചാണ്. പക്ഷെ അത് ഭയങ്കര ഹാർഡായിരുന്നു. ഇച്ചിരി പഴക്കം ചെന്നാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പക്ഷെ അവൾക്കത് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അവൾ കുറച്ചൊക്കെ കഴിച്ച് പിന്നെ കഴിച്ചില്ല. പിന്നെ നമുക്ക് അവളുടെ ഫേവറേറ്റ് ബിങ്കോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിങ്കോൻ്റെ ക്രീം ആൻഡ് ഒണിയൻ അതവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവൾ അതിരുന്ന് കഴിച്ചു. നമ്മളങ്ങനെ കുറേ നേരം 2 ചായ വാങ്ങിച്ചു കേട്ടോ. ഇതിന് നമ്മൾ അവിടെ വന്നപ്പോൾ തന്നെ അവൾക്കൊരു ഹൈ ചെയറൊക്കെ കിട്ടി. അപ്പോൾ നമ്മളവിടെ സെറ്റായി കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തു. അവൾ ഇന്ന് രാവിലെ എന്താണെന്നറിയില്ല, അവൾ അധികം ഭക്ഷണം കഴിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആദ്യം വിചാരിച്ചത് അവൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ചു. അവൾ കുറച്ച് ചോറ് കഴിച്ചുള്ളൂ. പിന്നെ അവൾ പാല് കുടിച്ചു, ഗ്ലാസ് പാല് കുടിച്ചുള്ളൂ. അങ്ങനെ നമ്മളിങ്ങനെ ക്യാമറ നോക്കി കുറച്ച് കളിച്ചു കേട്ടോ. നമ്മൾ മൊബൈൽ ഒരുപാട് വാച്ചിങ് അവേഴ്സ് കൂടുതലായതുകൊണ്ട് നമ്മളിപ്പോൾ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ട് അവളെ മൊബൈൽ അവേഴ്സ്. അപ്പോൾ അവൾ മൊബൈൽ വേണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് വാച്ച് പിടിച്ചപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്തത്. പിന്നെ അതോടുകൂടി പുള്ളിക്കാരി മൊബൈലിൻ്റെ കാര്യം മറന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ക്രിസ്തുമസിന് ഒരു ഡ്രസ്സ് എടുക്കണമെന്നൊരു ചിന്തയിൽ നോക്കുകയാണ്. ഏത് കടയിൽ കയറണം എന്ന് പറഞ്ഞിട്ട് നോക്കുകയാണ്. നമുക്കൊരു ക്രിസ്മസ് വ്ളോഗ് ചെയ്യണ്ടേ, അപ്പോൾ അതിനു വേണ്ടി നമ്മൾ നോക്കുമായിരുന്നു കേട്ടോ.
അങ്ങനെ നമ്മൾ ലുലു ഫാഷനിൽ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. അവിടെ ഒന്നും നമുക്ക് പക്ഷേ കിട്ടിയില്ല. കുട്ടികളുടെ കളക്ഷൻ എനിക്ക് വലുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി, കാരണം ഞാൻ അവിടെ മാക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ മാക്സ് ഞാൻ പൊതുവേ വാങ്ങിക്കാറുള്ള സ്ഥലമാണ്. നമുക്ക് കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള ക്ലോത്ത്സൊക്കെ കാര്യങ്ങൾ കിട്ടും. അപ്പോൾ അവിടെ ഇനി പോകാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഈ ലുലു മാളിൽ, ബാംഗ്ലൂർ ലുലു മാളിൽ വരുന്നത് വർത്തിട്ടാണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ അല്ലാന്ന് ഞാൻ പറയും. എന്താ പറയുക, ഇപ്പം നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെയൊന്നല്ല. എനിക്ക് അത്രയും അങ്ങോട്ടൊന്നും അട്രാക്റ്റീവ് തോന്നിയില്ല. പിന്നെ ഞങ്ങളിവിടെ ഇപ്പോൾ മാക്സി വന്നിട്ട് എനിക്കും എൻ്റെ മകൾക്കും ഓരോ ടീഷർട്ട് എടുത്ത് കേട്ടോ. ഇപ്പോൾ എന്താ പറയുക, ഇത്രയും ഇവിടെ ട്രാഫിക് ഒരുപാടാണ്. പിന്നെ സ്വന്തമായിട്ട് വണ്ടി ഉണ്ടെങ്കിൽ പിന്നെ ഓക്കെ. പിന്നെ ഇത് ഒരു സാധാരണ ഷോപ്പിംഗ് മാൾ അത്രയേ ഉള്ളൂ. അത്രയും സാധാരണ നമ്മൾ കൊച്ചി ലുലുവിൻ്റെ അത്ര ഗ്രാൻഡൊന്നുമല്ല. അപ്പോൾ എനിക്കിവിടെ വന്നിട്ട് വർത്തിട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല. നിങ്ങൾ വരുവാണെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പം മെജസ്റ്റിക്കിൽ മെട്രോ കയറിയിട്ട് അല്ല മെജസ്റ്റിക് സ്റ്റോപ്പിൽ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓട്ടോ എടുത്ത് വരുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ബസ് എടുക്കുന്നതാണ് നിങ്ങളുടെയൊക്കെ ഏരിയ അനുസരിച്ചിരിക്കും. പിന്നെ ഇത് ഏരിയ ഭയങ്കര ക്രൗഡഡാണ്. വണ്ടി പാർക്ക് ചെയ്തായിട്ട് നമ്മൾ ഓട്ടോന്ന് വരുമ്പോൾ തന്നെ നമുക്കവിടെ ഒന്ന് ഇറങ്ങി അധികം നേരം, എന്താ പറയുക, 1 മിനിറ്റ് കൂടുതൽ നമ്മളെ വണ്ടി ഇടാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതൊട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കാരണം അവിടെ ഓൾറെഡി ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ഉണ്ട്, മേ ബി അതുകൊണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ലുലുമാൾ. പ്രത്യേകിച്ചൊന്നുമില്ല, എനിക്ക് വല്ലാത്ത അട്രാക്റ്റീവായിട്ടൊന്നും തോന്നിയില്ല. നമ്മുടെ കൊച്ചി ലുലുമാൾ പോലെ ഒരിക്കലുമല്ല. അപ്പോൾ ഇവിടെ വീടിനടുത്ത് ഈ ഒരു ലുലുമാളിൻ്റെ അടുത്തുള്ളവർക്ക് ഒക്കെ ഇത് വർത്തിട്ടാണ്. അല്ലാതെ ഒത്തിരി ദൂരമുള്ളവരൊന്നും വന്ന് കാണാൻ മാത്രമൊന്നുമില്ല. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് അവസാനിച്ചു. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ അതുവരെയും ബൈ. നമ്മുടെ നെക്സ്റ്റ് വ്ളോഗ് എന്ന് പറയുന്നത് ക്രിസ്മസിൻ്റെ ഡിന്നർ പ്രിപ്പറേഷനൊക്കെ ആയിരിക്കും. അപ്പോൾ മസ്റ്റായിട്ട് കാണാം. അപ്പോൾ അതുവരെയും ബൈ.